കൊടും ചൂടിൽ കുടിവെള്ളം കിട്ടാക്കനിയാകുന്നു. ആർളഫ പുനരധിവാസ മേഖലയിൽ ഉൾപ്പെടെ ജലക്ഷാമം അതിരൂക്ഷമായി തുടരുകയാണ്. ആറളം പട്ടികവർഗ പുനരധിവാസ മേഖലയിൽ ഉൾപ്പെടെ ജലക്ഷാമം അതിരൂക്ഷമായി തുടരുകയാണ്. കടുത്ത ചൂടിൽ കക്കുവ പുഴ ഉൾപ്പെടെ നീർച്ചാലുകളെല്ലാം വറ്റി വരളാൻ തുടങ്ങിയതോടെ പുഴയോരത്ത് താമസിക്കുന്നവരും പട്ടികവർഗ പുനരധിവാസ മേഖലയിലെ ജനങ്ങളും കടുത്ത ജലക്ഷാമത്തിലാണ്. പുഴകളിലും നീർച്ചാലുകളിലും കുഴികുത്തി വെള്ളം ശേഖരിക്കുകയാണ് മേഖലയിലെ ജനങ്ങൾ. ഇപ്പോൾ പുനരധിവാസ മേഖലയിൽ ജീവിക്കുന്നവർക്ക് കാട്ടാനയെ പേടിച്ച് വെള്ളമെടുക്കാൻ പോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണിവിടെ. ഒട്ടുമിക്ക നീർച്ചാലുകളും കാട്ടാനകൾ വെള്ളം കുടിക്കാൻ വരുന്ന മേഖലയായി മാറിയിട്ടുണ്ട്. വറ്റിവരണ്ട നീർച്ചാലുകളുടെ നടുക്ക് കുഴിയുണ്ടാക്കി അതിൽ നിന്ന് വരുന്ന ഉറവ വെള്ളം ശേഖരിച്ചാണ് മിക്ക ആളുകളും കുടിവെള്ളം കണ്ടെത്തുന്നത്. അലക്കുവാനും കുളിക്കുവാനും ഉള്ള വെള്ളം പണം കൊടുത്തു വാങ്ങുന്നവരും പുനരധിവാസ മേഖലയിലുണ്ട്. നിരവധി പദ്ധതികൾ ഈ മേഖലയിൽ ഉണ്ടെങ്കിലും ഇതൊന്നും പ്രവർത്തനക്ഷമമായില്ല. കുടിവെള്ളം ശേഖരിക്കാൻ കാടിനുള്ളിലേക്ക് പോകുന്നവരും കുറച്ചൊന്നുമല്ല. പുനരധിവാസ മേഖലയിലുള്ളത് വന്യമൃഗങ്ങളുടെ അതിരൂക്ഷമായ ശല്യം നേരിടുന്ന പ്രദേശത്ത് എങ്ങനെ കുടിവെള്ളമില്ലാതെ കഴിയാനാകും എന്നുള്ള ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഭൂമിയും വീടും നൽകിയെങ്കിലും അലക്കുവാനും കുളിക്കുവാനും ജീവൻ നിലനിർത്താനുമുള്ള വെള്ളം ലഭിക്കുന്നില്ല എന്നും ഇവർ പറയുന്നു. വലിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് പകരം ഭൂമിയും വീടും നൽകിയവർക്ക് അവരുടെ ഭൂമിയിൽ കുടിവെള്ളത്തിനും മറ്റുമായി വെള്ളം ശേഖരിക്കാൻ വ്യക്തിപരമായി കിണർ കുഴിക്കുന്നതിനുള്ള പണം അനുവദിക്കണമെന്നും ഇവർ പറയുന്നുണ്ട്. നിലവിൽ ചിലർക്ക് കിണർ കുഴിക്കാൻ പണം നൽകിയെങ്കിലും തുക പര്യാപ്തമല്ലാത്തതിനാൽ കിണർ നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങിയിട്ടുണ്ട്. കിണർ കുഴിക്കുന്നതിനായി മതിയായ തുക ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ഇവർ പറയുന്നു. ഈ പുനരധിവാസ മേഖലയിൽ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്നുവെന്ന് ആളുകളെല്ലാം ഇങ്ങനെ പറഞ്ഞു, ഇവിടുത്തെ താമസക്കാരുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇവർ പുഴയിലും മറ്റുമെല്ലാം കുഴി കുത്തി ആ വെള്ളം എടുത്തിട്ടാണ് കുടിക്കാനും കുളിക്കാനും ബാത്റൂമിൽ പോകാനുമെല്ലാം ഉപയോഗിക്കുന്നത് എന്ന് ഇവർ പറയുമ്പോൾ ഇവിടുത്തെ കുടിവെള്ളക്ഷാമവും അതോടൊപ്പം തന്നെ ജലക്ഷാമം ഈ രൂക്ഷമായ ചൂടുകാലത്തും എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. എന്താണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ? ഇപ്പോൾ ശരിക്കും കുടിവെള്ളത്തിന് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുടിവെള്ളം എവിടെയും നമ്മുടെ ഫാമിൽ മൊത്തത്തിൽ കുടിവെള്ളത്തിന് ക്ഷാമമാണ്. പുഴയൊക്കെ വറ്റി വരണ്ട് ഇപ്പം കല്ല് മാത്രമായിട്ടുള്ള അവസ്ഥയാണുള്ളത്. പിന്നെ പുഴയുടെ സൈഡിൽ ചെറിയ കുഴിയൊക്കെ കുത്തി അങ്ങനെയാണ് കൂടുതലും വെള്ളം ഉപയോഗിക്കുന്നത്. കുടിക്കാനും കുളിക്കാനും എല്ലാം അങ്ങനെയാണ് കൂടുതലും വെള്ളം ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പുഴയിൽ പോലും വെള്ളം എടുക്കാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാട്ടാന ഭയങ്കരമായിട്ട് ആനശല്യം ആയതുകൊണ്ട് ആനയില്ലാത്ത സമയം നോക്കിയിട്ടോ അല്ലെങ്കിൽ പുറത്തൊരു മനുഷ്യൻ പടിക്ക് പോയി തിരിച്ചു വന്നു കഴിഞ്ഞ് കുളിക്കാൻ വീട്ടിൽ വെള്ളമില്ലെങ്കിൽ ഒന്ന് പുഴയിൽ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ അതുപോലെ നടക്കാത്തൊരവസ്ഥയാണ്. പുഴയിൽ പോയിട്ടൊന്ന് കുളിക്കാൻ പോലും പറ്റുന്നില്ല, ഒരു കുടിവെള്ളം എടുക്കാൻ പോകാൻ പറ്റുന്നില്ല. പുഴയിലേക്കൊക്കെ ഏത് സമയവും ആന ഇറങ്ങുന്നൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പുനരധിവാസം തുടങ്ങിയിട്ട് ഏതാണ്ട് 19 വർഷം, 20ാമത്തെ വർഷമാണിത്. ഈ കാലത്തിനിടയിൽ നിരവധിയായ കുടിവെള്ള പദ്ധതികളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ജലനിധി പദ്ധതി പോലുള്ള പദ്ധതികളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥയൊക്കെ എന്താണ് ഇപ്പോൾ? പദ്ധതികളെല്ലാം ഇപ്പം നമ്മളെ എന്താ പറയണ്ടേ, പണ്ടേ തമാശക്ക് പറയും പഞ്ചായത്ത് പൈപ്പ് പോലെ കാറ്റ് മാത്രമേ ഉള്ളൂ. ആ അവസ്ഥയാണ് ഇവിടുത്തെ പൈപ്പുകളും. പല വീടുകളിൽ പൈപ്പ് ഇല്ല. ഉള്ള പൈപ്പുകളിലാണെങ്കിൽ ഇപ്പം മര്യാദക്ക് പറഞ്ഞാൽ കാറ്റ് പോലും ഇല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. നബാർഡിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു, അതുപോലെ ജലനിധി പദ്ധതി ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്തും ആ പദ്ധതിയിൽ വെള്ളം എത്തുന്നില്ല. വെറുതെ ഒരു ഷോയ്ക്കൊരു പൈപ്പ്, അത്രയേ ഉള്ളൂ. നമുക്ക് കുടിവെള്ളമൊന്നും ഇല്ല. നമ്മൾ പൈസ കൊടുത്തിട്ട് വെള്ളം മേടിച്ച് കുടിക്കുന്നേ. തോട്ടിലാണോ എവിടുന്നാന്നറിയില്ല. പൈസ കൊടുക്കുമ്പോൾ കൊണ്ട് തരുന്നതല്ലേ. വലിയ കാലിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇതിങ്ങനെ പ്ലാസ്റ്റിക് ഇട്ടിട്ട് അതിനകത്ത് വാങ്ങും. അത് നല്ല വെള്ളം കുടിക്കുമോ? അതാ കുടിക്കാൻ പറ്റുമോ? നല്ല വെള്ളമായിരിക്കും. പിന്നെ അങ്ങനെയില്ല, കുടിക്കാൻ പോയി എടുത്തുകൊണ്ടരും. പിന്നെ പശുവിന് കൊടുക്കണം, കുളിക്കണം, കക്കൂസ് പോകണം, എല്ലാത്തിനും വെള്ളം വേണ്ടേ. ഇതാണ് 13ാം ബ്ലോക്കിനോട് ചേർന്ന് ഒഴുകുന്ന കക്കുവ പുഴ എന്ന് അറിയപ്പെടുന്ന, അതല്ലെങ്കിൽ വിയറ്റ്നാം പുഴ എന്നറിയപ്പെടുന്ന പുഴയാണിത്. ഹുരുട്ടി പുഴ എന്നാണ് ഇതിൻ്റെ പൊതുവായി പറയുന്ന പേര്. ഈ പുഴയുടെ സൈഡ് നടുക്കൊക്കെ ഇപ്പം ഇങ്ങനെ വെള്ളം തളം കെട്ടി ഇടമുറിഞ്ഞ നിലയിൽ ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. ഇവിടെയാണ് ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ വന്ന് വെള്ളം കുടിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ നിരവധി ആളുകൾ കുളിക്കാനും കുടിക്കാനും അലക്കാനുമെല്ലാം ഈ പുഴയിലെ വെള്ളം ആണ് ഉപയോഗിക്കുന്നത്. ഈ പുഴയിലെ വെള്ളം വറ്റിയാൽ, ഇപ്പം തന്നെ വറ്റിയാൽ ഇതിന് തൊട്ട് നടുക്ക് വലിയ വലിയ കുഴികളുണ്ടാക്കി ആ കുഴികളിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളമാണ് കുടിക്കാനും കുളിക്കാനും അലക്കാനുമെല്ലാം ഇവർ ശേഖരിക്കുന്നത്. അത് ശുദ്ധമായ വെള്ളമാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് ഈ പുനരധിവാസ മേഖലയിലെ വിവിധ ബ്ലോക്കുകളിൽ നേരിടുന്നത്.
അവർ പല ആളുകളും ഇപ്പോൾ വെള്ളം കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇപ്പം നമ്മളോട് ഒരു സ്ത്രീ ഇവിടുന്ന് വരുന്ന വഴിക്ക് നമ്മളോട് സംസാരിക്കുകയുണ്ടായി, നമുക്ക് ബൈറ്റ് തരികയുണ്ടായി. അങ്ങനെ അതുപോലെ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം, നിരവധിയായ പദ്ധതികൾ ഇവിടെയുണ്ട്. എന്നാൽ ആ പദ്ധതികളൊന്നും, ജലനിധി പദ്ധതി പോലെയുള്ള പദ്ധതികൾ ഇവിടെയുണ്ട്, എന്നാൽ ആ പദ്ധതികളൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ഖേദകരമായ ഒരു അവസ്ഥ. കുടിവെള്ളം ലഭിക്കുന്നതിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ഒരു അവസ്ഥയാണ്. പുനരധിവാസ മേഖലയിലും തുടർന്ന് അങ്ങോട്ട് ഈ കക്കോപ്പുഴയുടെ അപ്പുറത്തെ ഭാഗത്തുള്ള പൊതുവായി ജനറൽ വിഭാഗം ആളുകൾ താമസിക്കുന്നിടത്തും ഇതുപോലെ രൂക്ഷമായ ജലക്ഷാമം നേരിടാൻ വേണ്ടി പോവുകയാണ്. ശക്തമായ ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടാക്കുകയും വലിയ പദ്ധതികൾ, കുടിവെള്ള പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്ന്, അതല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്കും കിണർ കുഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മതിയായ ധനസഹായം നൽകിക്കൊണ്ട് ഓരോ ഭൂമിയിലും കിണർ കുഴിച്ചുകൊണ്ട് കുടിവെള്ളവും അതോടൊപ്പം തന്നെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് ഇവരുടെ എല്ലാം ആവശ്യം. അത് ഏതാണ്ട് ഇവരുടെ ഈ ആവശ്യത്തിനോട് നമുക്ക് വിയോജിക്കാൻ വേണ്ടി കഴിയില്ല. അത് ശരിയാണ് താൻ. ഇവർക്ക് ആ ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവന്ന് ഇവരുടെ കുടിവെള്ളക്ഷാമമെങ്കിലും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഇവർ വീണ്ടും 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 ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. RLFM 13 ബ്ലോക്കിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. When you dream, it's okay, let him go. You're happy home. Open your eyes and look around you. Just feel your home. Yes, it's ready. We are ready with your happy, happy home. Yes, it's ready. We are ready with your happy, happy home. Hey, Smile. how's it? This is fine. വീട് റെഡി. ആഹാ, എങ്കിലേ വീട്ടിലേക്കുള്ള സാധനങ്ങളും റെഡി. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ulikil Road, Irati, Kannur. From the house of Reena Developers. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.